ഹലോ ഗായ്സ്, ഇന്ന് ഒരു മഷ്റൂം ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ചെന്ന് വിട്ട സ്മാർട്ടിലാണ്. അവിടെ നിന്നാണ് മഷ്റൂം എല്ലാം വാങ്ങി നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് പാത്രത്തിൽ. ഇതിന് വേണ്ട മസാലകളും അതുപോലെ തന്നെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ അരിഞ്ഞ് എന്നിട്ടൊരു ചീഞ്ചട്ടിയിലേക്ക് ഇതേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോള വഴറ്റി അതിൻ്റെ പുറകെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത്. ഇന്നത്തെ പ്രിപ്പറേഷൻ നന്ദുവാണ് ഇന്ന് എൻ്റെ സഹായി. നന്ദു വേണ്ട നല്ല രീതിയിൽ സബോളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് വേണ്ട പൊടികൾ നമുക്ക് ചേർക്കണം. അതിന് മുമ്പ് ഒരു തക്കാളി ഞാൻ തന്നെ ഇടിഞ്ഞെടുത്തുകൊണ്ട് വന്ന് കുനുകുനാന്ന് അതും ഇതിലേക്ക് ചേർത്തു. തക്കാളി ഒരു വാടിയ പരുവാകുമ്പോഴത്തേക്കിന് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഈ 3 പൊടികളും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതൊരു ഡാർക്ക് കളറാകുമ്പോഴത്തേക്കിന് ഞാൻ പൊടിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാലയുണ്ട്. ഈ ഗരം മസാലയാണ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഒരു 1.5 ടീസ്പൂൺ ഇട്ട്, പിന്നെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് പച്ചക്കുരുമുളക് കിട്ടും. ഈ ഒരു പച്ചക്കുരുമുളക് ഞാൻ ചതച്ചെടുത്തുകൊണ്ട് വന്ന് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ മഷ്റൂമും ഇതിൻ്റെ കൂടെ ഇട്ട് ഉപ്പും അതിൻ്റെ കൂടെ ഇട്ട് ഇത് നല്ല രീതിയിൽ ഇളക്കാൻ അവനോട് പറയണം. നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് തോന്നുന്നു. ഉണ്ണീസ് ഓടി വന്നിട്ട് ഞാൻ ആവാക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ വേണ്ട ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ഇട്ട് തട്ടിപ്പൊത്തി നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുത്ത് ഫ്രൈ ആക്കി എടുത്ത് മാറ്റിയാൽ മതി. നമ്മുടെ മഷ്റൂം ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ.